റഷ്യയിൽ നിന്ന് എണ്ണയും പ്രകൃതിവാതകവും വാങ്ങുന്ന രാജ്യങ്ങൾക്ക് വൻ സാമ്പത്തിക സമ്മർദ്ദം ഏർപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള നിർണായക ഉപരോധ ബിൽ അമേരിക്കൻ സെനറ്റ് പാസാക്കിയിരിക്കുകയാണ്. 86 പേരുടെ പിന്തുണയും 11 പേരുടെ എതിർപ്പും ലഭിച്ചതോടെയാണ് ബിൽ സെനറ്റിൽ അംഗീകരിച്ചത്. റഷ്യയുടെ എണ്ണവാതക കയറ്റുമതിയിൽ നിന്നുള്ള വരുമാനം കുറയ്ക്കുക, അതുവഴി യുക്രൈൻ യുദ്ധത്തിനുള്ള റഷ്യയുടെ സാമ്പത്തിക ശേഷി ദുർബലപ്പെടുത്തുക എന്നതാണ് ബില്ലിന്റെ പ്രധാന ലക്ഷ്യം. എന്നാൽ ഈ നിയമനീക്കത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന രാജ്യങ്ങൾ ഇന്ത്യയും ചൈനയുമാണ്. റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയും ചൈനയും ഉൾപ്പെടുന്നതിനാൽ പുതിയ അമേരിക്കൻ നിയമം പ്രാബല്യത്തിൽ വന്നാൽ ഇരു രാജ്യങ്ങൾക്കും സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരാൻ സാധ്യതയുണ്ട്. റഷ്യൻ എണ്ണയോ പ്രകൃതിവാതകമോ വലിയ തോതിൽ വാങ്ങുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള ചില ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്താൻ അമേരിക്കൻ പ്രസിഡന്റിന് അധികാരം നൽകുന്നതാണ് ബില്ലിലെ പ്രധാന വ്യവസ്ഥ. ചില സാഹചര്യങ്ങളിൽ ഈ അധിക തീരുവ വളരെ ഉയർന്നതാകാനും സാധ്യതയുണ്ട്. അതായത് റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയിൽ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾ അമേരിക്കൻ വിപണിയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് അധിക നികുതി നേരിടേണ്ടി വരുന്ന സാഹചര്യമുണ്ടാകാം. ഇതിലൂടെ റഷ്യയിൽ നിന്ന് ഊർജ്ജം വാങ്ങുന്നത് സാമ്പത്തികമായി കൂടുതൽ ചെലവേറിയതാക്കുകയാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. റഷ്യയിൽ നിന്നുള്ള പ്രകൃതിവാതക ഇറക്കുമതിയെ വലിയ തോതിൽ ആശ്രയിക്കാത്തതും ആ ആശ്രിതത്വം കുറയ്ക്കാൻ നടപടികൾ സ്വീകരിക്കുന്നതുമായ ചില രാജ്യങ്ങൾക്ക് ഇളവ് നൽകാനുള്ള വ്യവസ്ഥയും ബില്ലിലുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉൾപ്പെടെയുള്ള മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾക്കും സൈനിക നേതൃത്വത്തിനും റഷ്യൻ ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഊർജ്ജ പദ്ധതികൾക്കുമെതിരെ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്താനും ബില്ല് ലക്ഷ്യമിടുന്നു. ഇതിനു പുറമെ റഷ്യയുടെ എണ്ണ കയറ്റുമതിക്കെതിരായ നിലവിലെ ഉപരോധങ്ങൾ മറികടക്കാൻ ഉപയോഗിക്കുന്നതായി ആരോപിക്കപ്പെടുന്ന ഷാഡോ ഫ്ലീറ്റ് അഥവാ നിഴൽ കപ്പൽ പടയ്ക്കെതിരെയും നടപടികൾ ശക്തമാക്കും. പഴയ എണ്ണ കപ്പലുകൾ ഉപയോഗിച്ചും ഉടമസ്ഥതയും പതാകയും മാറ്റിയും വിവിധ ഇടനില സംവിധാനങ്ങളിലൂടെയും റഷ്യൻ എണ്ണ അന്താരാഷ്ട്ര വിപണിയിൽ എത്തിക്കുന്ന കപ്പൽ ശൃംഖലയെയാണ് പൊതുവെ ഷാഡോ ഫ്ലീറ്റ് എന്ന് വിളിക്കുന്നത്. ഇത്തരം കപ്പലുകളെയും അവയുടെ ഉടമസ്ഥരെയും സഹായിക്കുന്ന സ്ഥാപനങ്ങളെയും ലക്ഷ്യമിടുന്നതിലൂടെ റഷ്യയുടെ എണ്ണ കയറ്റുമതി നിയന്ത്രിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. ഈ നിയമനീക്കത്തിന് പിന്നിൽ ഒരു വർഷത്തിലേറെ നീണ്ട രാഷ്ട്രീയ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. അന്തരിച്ച സെനറ്റർ ലിൻസി ഗ്രഹാമിന്റെ നേതൃത്വത്തിലാണ് റഷ്യക്കെതിരായ കൂടുതൽ കടുത്ത സാമ്പത്തിക നടപടികൾക്കായി സെനറ്റിൽ പിന്തുണ സമാഹരിച്ചത്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ അമേരിക്കൻ സന്ദർശനവും ഈ നീക്കത്തിന് കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യം നൽകി. അമേരിക്കൻ സെനറ്റർമാരുമായി കൂടിക്കാഴ്ച നടത്തിയ സെലൻസ്കി റഷ്യക്കെതിരായ സാമ്പത്തിക സമ്മർദ്ദം ശക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ബില്ലിനെതിരെ ആശങ്കകളും ഉയർന്നിട്ടുണ്ട്. റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് വലിയ തീരുവ ചുമത്തുന്നത് ആ രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ വ്യാപാര ബന്ധത്തെ ബാധിക്കാമെന്നാണ് ചില സെനറ്റർമാരുടെ മുന്നറിയിപ്പ്. അതുമാത്രമല്ല, തീരുവയുടെ അധിക ചെലവ് ഒടുവിൽ അമേരിക്കൻ ഉപഭോക്താക്കളുടെ മേൽ എത്തിച്ചേരാനുള്ള സാധ്യതയും ചൂണ്ടിക്കാണിക്കുന്നു. ഇറക്കുമതി ചെലവ് ഉയർന്നാൽ അമേരിക്കയിൽ വിൽക്കുന്ന വിവിധ സാധനങ്ങളുടെ വില വർദ്ധിക്കാം. അതുവഴി സാധാരണ അമേരിക്കൻ കുടുംബങ്ങൾക്കും അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാകാമെന്നാണ് വിമർശനം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. യുക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയിൽ ലഭിച്ച ക്രൂഡ് എണ്ണ ഇന്ത്യ വലിയ തോതിൽ വാങ്ങിയിരുന്നു. ഇതിലൂടെ ഇന്ത്യക്ക് ഊർജ്ജ ഇറക്കുമതി ചെലവ് നിയന്ത്രിക്കാൻ സാധിച്ചെങ്കിലും അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുമായി ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു. അതിനാൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരികയും ഇന്ത്യയെ അതിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്താൽ ഇന്ത്യയുടെ അമേരിക്കയിലേക്കുള്ള കയറ്റുമതിക്കും വ്യാപാര ബന്ധങ്ങൾക്കും അതിന്റെ പ്രത്യാഘാതം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കാം, അമേരിക്കൻ സെനറ്റ് ബിൽ പാസാക്കിയതുകൊണ്ട് മാത്രം ഇന്ത്യക്ക് ഉടൻ അധിക തീരുവ ചുമത്തപ്പെടില്ല. ഇനി ബില്ല് അമേരിക്കൻ ജനപ്രതിനിധി സഭയുടെ പരിഗണനയ്ക്ക് പോകണം. അവിടെയും അംഗീകാരം ലഭിക്കുകയും നിയമ നടപടികൾ പൂർത്തിയാവുകയും ചെയ്താൽ മാത്രമേ ഇത് നിയമമായി മാറുകയുള്ളൂ. അതിനുശേഷം മാത്രമായിരിക്കും ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക എത്രത്തോളം അധിക തീരുവ ചുമത്തുമെന്നത് വ്യക്തമാവുക. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നീക്കം റഷ്യക്കെതിരായ അമേരിക്കയുടെ ഏറ്റവും ശക്തമായ സാമ്പത്തിക സമ്മർദ്ദ നടപടികളിലൊന്നായി വിലയിരുത്തപ്പെടുമ്പോഴും അതിന്റെ യഥാർത്ഥ പ്രത്യാഘാതം റഷ്യയിൽ മാത്രം ഒതുങ്ങില്ല. ഇന്ത്യ, ചൈന, അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങൾ തുടങ്ങി ആഗോള സമ്പദ് വ്യവസ്ഥയെയും എണ്ണ വിപണിയെയും ബാധിക്കുന്ന തരത്തിലുള്ള വലിയ മാറ്റങ്ങൾക്ക് ഇത് വഴിയൊരുക്കുമോ എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. റഷ്യയുടെ എണ്ണ വരുമാനം കുറച്ച് യുദ്ധം അവസാനിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം. എന്നാൽ അതിനൊപ്പം എണ്ണവിലയിലും അന്താരാഷ്ട്ര വ്യാപാരത്തിലും ഇന്ത്യ അമേരിക്ക ബന്ധത്തിലും എന്ത് മാറ്റമുണ്ടാകുമെന്നത് വരും ദിവസങ്ങളിൽ നിർണായകമാകും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.